നമസ്കാരം എല്ലാവർക്കും ഗാഡ്ജറ്റ്സ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് GoPro 7 ഹീറോ 7 കിട്ടാനായിട്ടുള്ളൊരു ചാൻസ് ഉള്ളൊരു ഗിവ് അവേ ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് കുറച്ച് സിമ്പിൾ സ്റ്റെപ്പുകൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഗിവ് അവേയിൽ കയറാൻ പറ്റും. അതായത് നമ്മുടെ വണ്ടർഷെയറിൻ്റെ റിക്കവറിറ്റ് ആണ് ഈ ഒരു ഗിവ് അവേ ഇപ്പോൾ നടത്തുന്നത്. ആദ്യം നിങ്ങൾ എൻ്റെ ഈ വീഡിയോയുടെ ലിങ്കിൽ തന്നിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ തന്നിരിക്കുന്ന ലിങ്കിൽ കയറുക. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിലേക്ക് കൊണ്ടുവരും. ഈ ഒരു വെബ്സൈറ്റിലേക്ക് വന്നതിന് ശേഷം തൊട്ട് താഴെയായിട്ട് വിൻ GoPro എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം കാണും. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും നെയിമും കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ആദ്യം നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും നെയിമും കൊടുത്തതിന് ശേഷം സബ്മിറ്റ് നൗ കൊടുക്കുക. അപ്പോൾ എൻ്റെ ഇമെയിൽ ഐ ഡിയും നെയിമും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സബ്മിറ്റ് നൗ കൊടുത്തു. സബ്മിറ്റ് നൗ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ഇമെയിലിലേക്ക് പോവുക. അതായത് നിങ്ങളിവിടെ കൊടുത്ത ഇമെയിലിലേക്ക് പോവുക. അതിൻ്റെ അകത്ത് ഇവർ ഒരു ലൈസൻസ് കീ തന്നിട്ടുണ്ട്. അതായത് റിക്കവറിറ്റിൻ്റെ ലൈസൻസ് കീ തന്നിട്ടുണ്ട്. 1 മാസത്തേക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലൈസൻസ് കീ ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഇമെയിലിലേക്ക് വന്നിട്ടുണ്ട്, ജിമെയിലിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ വണ്ടർഷെയറിൻ്റെ മെയിൽ കാണാൻ പറ്റും. അത് ഓപ്പൺ ആക്കുന്ന സമയത്ത് നമുക്ക് ലൈസൻസ് കീയും അതിൻ്റെ കോഡും തന്നിട്ടുണ്ട്. നമുക്കിത് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ലിങ്കും ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ മാക്കാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാക്കിന് വേണ്ടിയിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഞാനിപ്പോൾ വിൻഡോസ് ആയതുകൊണ്ട് വിൻഡോസ് ഡൗൺലോഡ് ചെയ്യുകയാണ്. ഡൗൺലോഡ് എന്ന് പറഞ്ഞ ബട്ടൺ കൊടുക്കുന്ന സമയത്ത് നമുക്കിവിടെ ഒരു കുറച്ച് MB ഉള്ളൂ, ജസ്റ്റ് ഡൗൺലോഡ് ആവും. അതിനുശേഷം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങൾക്കൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണതൊക്കെ എങ്ങനെയെന്നെല്ലാം അറിയാം. ജസ്റ്റ് റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ കൊടുക്കുക. അതിനുശേഷം ഇൻസ്റ്റാൾ കൊടുക്കുക. അപ്പോൾ ഇത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ആയതിന് ശേഷം ഞാൻ പറയുന്ന സ്റ്റെപ്പ് ക്ലിയർ ആയിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ സ്റ്റാർട്ട് നൗ കൊടുക്കുക. സ്റ്റാർട്ട് നൗ കൊടുത്തതിന് ശേഷം ആപ്ലിക്കേഷനിലേക്ക് പോവുക. ഇപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ളൊരു പാർട്ടും ഉണ്ട്. അപ്പോൾ അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ വന്നില്ല, അല്ലെങ്കിൽ ഹായ് റിക്കവറേറ്റ് 08 എന്ന് വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്തതിന് ശേഷം സൈൻ ഔട്ട് ചെയ്യുക. സൈൻ ഔട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും അടിക്കാനായിട്ടുള്ളൊരു ഭാഗം വരും. അപ്പോൾ ആ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും അടിക്കേണ്ട സ്ഥലത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമെയിലിൻ്റെ അവിടെ ഈ ഇമെയിലും താഴെയായിട്ട് നമുക്ക് പാസ്വേഡ് ചോദിക്കും. ആ പാസ്വേഡിൻ്റെ അവിടെ ഈ കോഡും അടിച്ചു കൊടുക്കുക. അപ്പോഴത്തേക്കും നിങ്ങളുടെ സോഫ്റ്റ്വെയർ രജിസ്റ്റർ ആയി കിട്ടും. രജിസ്റ്റർ ആയതിനു ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ അകത്ത് നിന്ന് നിങ്ങളുടെ സിസ്റ്റത്തിലുള്ള ഏതെങ്കിലും ഒരു ഫോൾഡറോ ഫയലോ എന്തെങ്കിലുമൊക്കെ റിക്കവർ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഒരു ഫോൾഡറാണ് സെലക്ട് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഈ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുന്ന സമയത്ത് ഈ ഫോൾഡറിലെ എല്ലാ ഫയൽസും ഇപ്പോൾ റിക്കവറായി വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഫയൽസും ഇങ്ങനെ റിക്കവറായി വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ടൈം എടുക്കും. ഇവിടെ 4 മിനിറ്റാണ് പറയുന്നത്. അപ്പോൾ 4 മിനിറ്റ് എടുക്കും. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ഒരുവിധം എല്ലാം സ്കാൻ ചെയ്ത സമയത്ത് എനിക്ക് വേണ്ട ഡിലീറ്റ് ആയിപ്പോയ എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയ 3 ഫോട്ടോസ് വന്നിട്ടുണ്ട്. അത് നിങ്ങൾ ചെന്ന് ഇവിടെ പോസ് ചെയ്യുക. പോസ് ചെയ്തതിന് ശേഷം 3 ഫോട്ടോസ് നോക്കുക. നിങ്ങൾക്ക് പ്രിവ്യൂ നോക്കണമെന്നുണ്ടെങ്കിൽ പ്രിവ്യൂ നോക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോ ആയിട്ട് റിക്കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ റിക്കവർ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എവിടേക്കാണ് നിങ്ങൾക്ക് റിക്കവർ ചെയ്തത് സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു ഫോൾഡർ കൊടുത്തു, റിക്കവർ കൊടുക്കുക. അപ്പോൾ അവിടെ ആ ഒരു ഫോട്ടോ റിക്കവറായി കിട്ടിയിട്ടുണ്ട്. നോക്കിയേ, റിക്കവറായി കിട്ടിയിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള പ്രൊസീജിയറാണ്. ഇനി നിങ്ങൾക്ക് ഗിവ് അവേ എങ്ങനെ വിൻ ചെയ്യാൻ നോക്കാം. ജസ്റ്റ് ഇത് പ്രിവ്യൂ കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ സിസ്റ്റത്തിൽ സ്ക്രീൻഷോട്ട് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, സ്നിപ്പിംഗ് ടൂൾ എന്ന് പറഞ്ഞിട്ട്. അതെടുത്തതിന് ശേഷം ജസ്റ്റ് ഈ ഒരു ഭാഗം മൊത്തം അല്ലെങ്കിൽ ഈ ഒരു സ്ക്രീൻഷോട്ട് ചെയ്യുക. ഈ ഒരു ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസിനെ ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്യുക. സ്ക്രീൻഷോട്ട് ചെയ്തതിന് ശേഷം അതിനെ സേവ് കൊടുക്കുക. എവിടെയെങ്കിലുമൊക്കെ സേവ് ചെയ്യുക. നിങ്ങൾക്ക് എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ എവിടെയെങ്കിലുമൊക്കെ സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് നിങ്ങളുടെ ഫേസ്ബുക്കിലേക്ക് കയറുക. അപ്പോൾ ഞാൻ എൻ്റെ ഫേസ്ബുക്കിലേക്ക് കയറുകയാണ്. എൻ്റെ ഫേസ്ബുക്കിലേക്ക് കയറിയതിന് ശേഷം ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുത്തതിന് ശേഷം നമ്മൾ ക്യാപ്ചർ ചെയ്ത സ്ക്രീൻഷോട്ട് ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുത്തതിന് ശേഷം നിങ്ങൾ മെയിൽ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. അതിനകത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് 1 മാസത്തേക്ക് അതിൻ്റെ ഫ്രീ ലൈസൻസ് കിട്ടുകയാണ് റിക്കവറിറ്റിൻ്റെ. അതുമാത്രമല്ല നിങ്ങൾ ഫേസ്ബുക്കിലേക്ക് ഷെയർ ചെയ്യുന്ന സമയത്ത് #recoverit8 എന്ന് പറഞ്ഞിട്ടുള്ള ഹാഷ്ടാഗും കൂടി കൊടുക്കുക. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് #recoverit8 എന്ന് പറഞ്ഞ ഹാഷ്ടാഗ് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു പിക്ചറിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനായിട്ടുള്ളത്, എന്തെങ്കിലുമൊക്കെ പറയാനായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കുക. ഞാനിപ്പോൾ ഓസം എന്ന് കൊടുത്തു. അതിനുശേഷം ഷെയർ കൊടുക്കുക. ഷെയർ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു ഗിവ് അവേ കോൺടെസ്റ്റിനകത്ത് എൻ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഈ മാസം 30-ാം തീയതി വരെയാണ് ഈ ഒരു ഗിവ് അവേ നടക്കുന്നത്. അപ്പോൾ 30-ാം തീയതി ആണ് ഇതിൻ്റെ വിന്നറിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഈ വിന്നറിനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ വിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ മെയിലിലേക്ക് നിങ്ങൾക്കൊരു മെയിൽ വരും, കൺഗ്രാജുലേഷൻസ് നിങ്ങൾ വിൻ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സിമ്പിളാണ്. കുറച്ച് ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുവരുന്നതായിരിക്കും. ബൈ.
താങ്ക് യു.